ഇരുന്നോളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഒരു പുതിയൊരു ഷേപ്പ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു ഷേപ്പ് ആയിരിക്കും. അതിന്റെ പരപ്പളവ് കാണാനായിട്ട് പഠിക്കാം. എന്താണ് പരപ്പളവ് കാണാൻ? എന്ത്? ഒരു റോംബസ്. റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. എന്താണ് സമഭുജ? അതിന്റെ പരപ്പളവ് കാണാം. അപ്പൊ പറഞ്ഞേ, സമഭുജ സാമാന്തരികം എന്താണ് പുണ്യ? അല്ലെങ്കിൽ റോംബസ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ സമാന്തരവും ആയവരും. ഇരുന്നോളൂ. എല്ലാവരും കൈയ്യടി കൊടുത്തേ. എന്താണ് ഒരു സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ? എതിർവശങ്ങൾ, 4 വശങ്ങളും തുല്യമായിട്ടുള്ള നേരായ എന്ത് ഒരു പ്രതലം, പരന്ന പ്രതലമാണ് എന്തെന്ന് പറയുന്നത് സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു 4 വശങ്ങളും തുല്യമായ നേരായ പ്രതലത്തിൽ വരുന്ന ഒരു ആകൃതിയാണ് എന്ത് സമഭുജ സാമാന്തരികം. അപ്പം സമഭുജ സാമാന്തരികം എന്ന് വരയ്ക്കാമല്ലോ സുമയ്യ. ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ആകൃതി എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരാകൃതി, ഒരു വസ്തുവായിട്ട് ആകൃതി, പട്ടം, വജ്രം. അതുകൊണ്ട് നമ്മൾ എന്താണ് വജ്രാകൃതി എന്നാണ് ഇതിനെ പറയുന്നത്, ഈ സമഭുജ സാമാന്തരികത്തെ പറയുന്നത്. ഇതിന് നമുക്ക് എത്ര വികരണങ്ങൾ അഥവാ ഡയഗണൽസ് വരയ്ക്കാം? 2. തീർച്ചയായിട്ടും ഒന്ന് വരച്ചേ. വെരി ഗുഡ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കൈയ്യെടുത്തേ. ഇത് നമുക്കൊരു പേര് കൊടുക്കാം. A B C D. ഇവിടെ ഇത് ആംഗിൾ 2 കോണുകൾ ബൈസെക്ട് ചെയ്യുമല്ലേ തുല്യമായിട്ട്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? O എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് എത്ര ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്? 4. ഏത് ത്രികോണങ്ങളാണ്? വട്ട ത്രികോണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ പരപ്പളവ് കാണാൻ, സാമാന്തരികത്തിന്റെ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 4 വട്ട ത്രികോണങ്ങളുടെ പരപ്പളവ് കൂട്ടിയാൽ മതി. അപ്പം BC എന്താണ്? D1 A. AC എന്താണ്? D2. അപ്പോൾ എനിക്ക് പറയാമോ OB എന്ന് പറഞ്ഞാൽ എത്ര വരുമായിരിക്കും? D1 ന്റെ പകുതി. OB എന്ന് പറഞ്ഞാൽ 1/2 ഗുണനം D1. അത് തന്നെ ആയിരിക്കില്ലേ OD? OB is equal to 1/2 into D1 equal to OD. അപ്പം OA യും OC എന്താണെന്ന് സാധ്യത പറഞ്ഞേ? 1/2 D2. അതാണ് പുണ്യ OC. എല്ലാവർക്കും മനസ്സിലായോ? പകുതിയാണെന്ന് മനസ്സിലായോ? D1 ഉം D2. നമുക്ക് എന്ത് എഴുതാം? OA is equal to OC is equal to 1/2 ഗുണനം D2 എഴുതാം. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം എന്താണ് ഫസീല? half into b into h. അപ്പൊ നമുക്ക് കൈയിട്ടോട്ടെ. നമുക്ക് OBC എന്ന് പറഞ്ഞ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കാണാം. എന്തായിരിക്കും വരുന്നത്? 1/2
d2 അധികം 1/8 d1 d2 അധികം 1/8 d1 d2 അധികം 1/8 d1 d2. എത്ര d1 d2 ആയി? 4. അപ്പൊ 4 ഗുണനം 1/8 d1 d2 എഴുതാമല്ലോ. 4ഉം 8ഉം വരുന്ന ഒരു ഗുണന പട്ടിക ഏതാണ്? 4 എഴുതാം. അപ്പൊ എത്ര വട്ടം 8 പോവും? 1 2. അപ്പൊ എത്ര കിട്ടും?